നമസ്കാരം. അർജുനായുള്ള തെരച്ചിൽ 12ാം ദിവസവും വിഫലമായോ? പുഴയിലെ ഇന്നത്തെ പരിശോധനയിലും നിരാശയായോ? ട്രക്കുണ്ടെന്നുറപ്പിച്ച 4ാം പോയിന്റിൽ മാൽപേ സംഘം തിരച്ചിൽ നടത്തിയിട്ടും ലക്ഷ്യത്തിനെത്താനായില്ല. കാരണം അവിടെയും ഈ 4ാം പോയിന്റിലും മണ്ണും ചെളിയും മാത്രമാണ് ഈ സംഘത്തിന് കണ്ടെത്താനായത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന. സംഘത്തിലെ പ്രധാനി ഈശ്വർ മാൽപേ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചിട്ടും ചെളിയും കല്ലും മാത്രമാണ് കണ്ടെത്താനായത് എന്ന സ്ഥിരീകരണമാണ് കളക്ടർ ഇപ്പോൾ നൽകുന്നത്. അതോടെ അർജുനുമായി ബന്ധപ്പെട്ട 12ാം ദിവസത്തെ തിരച്ചിലും നിരാശ മാത്രമാണ് ഫലം. എവിടെയാണ് അർജുൻ്റെ ട്രക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാത്ത പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. സൈന്യം ഇറങ്ങി, കേരളത്തിൻ്റെ സൈന്യം, ഇപ്പോൾ കർണാടകയുടെ സൈന്യം, അവർ ഇറങ്ങി ശക്തമായ ഈ വലിയ കുത്തൊഴുക്കിലും ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി നടത്തിയ വലിയ ഒരു തിരച്ചിലുണ്ട്. വടം പൊട്ടി ഈ ഈശ്വർ മാൽപേ എന്ന സംഘത്തിലെ പ്രധാനി ഒലിച്ചുപോയിട്ട് പോലും നാവിക സംഘം രക്ഷപ്പെടുത്തുകയായിരുന്നു. വീണ്ടും ആ ശ്രമം അവർ തുടർന്നു എന്നുള്ളതാണ്. അവരുടെ ശ്രമം ഇനിയും തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൈന്യം അത്ഭുതം കാട്ടുമോ എന്നുള്ളതാണ്. കാരണം കളക്ടർ പറയുന്നത് ഇനിയുള്ള 4 പോയിന്റ്, മൊത്തം 4 പോയിന്റുകളാണല്ലോ, ബാക്കിയുള്ള 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, അതായത് റഡാർ സിഗ്നൽ ലഭിച്ച 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കളക്ടർ പറഞ്ഞു കഴിഞ്ഞു. അവിടെയും ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ മാൽപേ സംഘത്തിൻ്റെ സഹായമുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതാണ് അവരുടെ ശ്രമകരമായ ആ തിരച്ചിൽ. വടം കെട്ടി നങ്കൂരമിട്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ശക്തിയായ ആഴമുള്ള പുഴയിലേക്ക് അവർ ഇറങ്ങി തിരച്ചിൽ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ആ തിരച്ചിലും അർജുൻ്റെ ലോറി കണ്ടെത്താനാകാത്ത ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ട് താനും. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പ്രൈം ഡിബേറ്റിലൂടെ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഇഗ്നേഷ്യസ് ആൻ്റണി, മത്സ്യത്തൊഴിലാളി, അദ്ദേഹത്തെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം പ്രളയകാലത്ത് കേരളത്തിലെ സൈന്യം എന്ന് സർക്കാർ വിളിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. നിരവധി ജീവനുകൾ രക്ഷിച്ച, ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു ഇഗ്നേഷ്യസ് ആൻ്റണി എന്നുള്ളതാണ്. മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മോടൊപ്പം ചേരും, ദൗത്യസംഘ തലവൻ. കൃഷ്ണദാസ് അർജുൻ്റെ അയൽവാസിയാണ്, ബന്ധുവാണ്. അദ്ദേഹവും കോഴിക്കോട്ട് നിന്ന് ഈ ചർച്ചയുടെ ഭാഗമാകും. മുങ്ങൽ വിദഗ്ധൻ ശ്രീ ഡോൾഫിൻ രതീഷും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹം അവിടെ ഉണ്ട്, അവിടെ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. കോർഡിനേഷനുമായി ബന്ധപ്പെട്ട 2 മന്ത്രിമാർ, AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും അവിടെയുണ്ട്. ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരും. നമുക്ക് ആദ്യം ശ്രീ ഇന്ദ്രബാലൻ സാർ ജോയിൻ ചെയ്യുന്നു. സാർ കേൾക്കാമോ? സാർ സാർ കേൾക്കാം. അതായത് നമുക്ക് ലഭിക്കുന്ന വിവരം അത് അല്പം നിരാശാജനകമാണ്. കാരണം ആ 4ാമത്തെ സിഗ്നൽ പോയിന്റിലും നമ്മളവിടെ ലോറി ഉണ്ടെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. പക്ഷെ അവിടെയും സാന്നിധ്യമുണ്ടാകുന്നില്ല എന്നുള്ളതാണോ? അത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ സാർ? സാർ കേൾക്കാമോ? ഇന്ദ്രബാലൻ സാർ കേൾക്കാമോ? സാർ താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാമോ? എൻ്റെ ചോദ്യം കേൾക്കാമോ സാർ? യെസ്. ഓക്കെ സാർ, നമ്മളിപ്പോൾ അവസാനം ലഭിക്കുന്ന വിവരം അല്പം മുമ്പ് കിട്ടിയതാണത്. ഈ പറഞ്ഞതുപോലെ ഈ 4ാമത്തെ, നമ്മൾ രാവിലെ മുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആ സിഗ്നൽ പോയിന്റിലും ലോറിയുടെ സാന്നിധ്യമില്ല. ആഴത്തിൽ മുങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ കല്ലും മണ്ണും ചെളിയും മാത്രമാണ് കാണാനായത് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ സാർ? എനിക്ക് അവരുടെ ഡയറക്റ്റ് ഇൻപുട്ട് കിട്ടിയിട്ടില്ല. ടീച്ചറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സം സോർട്ട് ഓഫ് മണ്ണൊക്കെയാണ് അവിടെ കിട്ടിയത്. അത് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റിപ്പോർട്ടിൽ ഈ ലോറിയുടെ മേലെ മണ്ണ് ഡെപ്പോസിറ്റും കല്ല് ഡെപ്പോസിറ്റും നല്ല ചാൻസ് ഉണ്ട്. വി ഓൾറെഡി ഗിവൻ ദാറ്റ്. അത് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് പോസിബിളി ദ റീസൺ അവർ മണ്ണ് അത് തട്ടിയത്. കാരണം they would have gone to a maximum of 2.5 meter അവർക്ക് പോകാൻ പറ്റുള്ളൂ ഈ കറന്റിൽ, ഇൻ മൈ അസസ്മെന്റ്. അതിനെക്കാട്ടിലും കൂടുതൽ താഴെ പോകുന്നത് is practically impossible. അപ്പോൾ let me take a feedback. അവർ 8ാം തീയതി how much deep they were able to go അത് മനസ്സിലാക്കിയാലേ ഇതിനെപ്പറ്റി ഒരു ശരിയായ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് അവർ പലതവണ 3 തവണ 4 തവണയോളം അടിയിലേക്ക് പോയി എന്നാണ്, ഡീപ്പിലേക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ 1, 2, 3 തവണ ഈ വടം പൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി.
നേവി എത്തിയാണ് അതിലൊരാളെ 100 മീറ്ററോളം ഒഴുകിപ്പോയ ഈശ്വർ മാൽപ്പയെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവരുടെ ദൗത്യവും അത്ര ഈ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ദൗത്യമല്ല. അവരുടെ ധൈര്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അവരിറങ്ങി തിരയുന്നതാണല്ലേ? അതിന് ഞാൻ ഇതിനു മുമ്പിലും പറഞ്ഞത്, അവർ ചെയ്യുന്നത് ഭയങ്കര ധൈര്യമുള്ള സാധനമാണ്. ഐ മീൻ റിയലി അപ്രീഷിയേറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെയ്യുന്നത് വർത്തിട്ടാണോ ഈ സമയത്ത്? കാരണം അവർ ഈ ധൈര്യത്തിൽ അകത്ത് കയറുമ്പോൾ അവരുടെയും ഒരു ലൈഫ് ഡേഞ്ചറിലാണ്. അവർ എത്രത്തോളം താഴെ പോകണു അത്രത്തോളം അവരുടെ ലൈഫ് ഡേഞ്ചർ കൂടിക്കൊണ്ടിരിക്കും. സോ ഈ സമയത്ത് നമുക്ക് വി ഹാവ് ടു ബി ലിറ്റിൽ മോർ മെച്യൂർ ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യണം. വി ഷുഡ് ജസ്റ്റ് വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ, കുറച്ചൊരു കറണ്ട് കമ്മിയാക്കുക. കാരണം ഇവർ താഴെ പോയിട്ട് ഇപ്പോൾ അതിനെ തൊട്ടാലും മനസ്സിലാക്കിയാലും അതിന് താഴെ പോയിട്ട് ഒരു ഹുക്ക് പിടിപ്പിക്കുക, അതിനെ പ്രോപ്പർ ഒരു ഹെവി ഹുക്ക് താഴെ കൊണ്ടുപോയിട്ട് പിടിപ്പിക്കുക. ഒന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു 3-4 ഹുക്ക് പിടിപ്പിക്കേണ്ടി വരും അത്ര പൊക്കണമെങ്കിലും. അതല്ലാതെ ഇത് പുറത്ത് വരില്ല. ഈ ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് താഴെ പോകാൻ പറ്റില്ല. പിന്നെ ഒരാൾ ഈ ഹുക്ക് വലിയ ഹുക്ക് എടുത്തിട്ട് എങ്ങനെ താഴെ പോയിട്ട് ഹുക്ക് പിടിപ്പിക്കും ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. സോ ഇൻ മൈ ഒപ്പീനിയൻ വി ഷുഡ് ജസ്റ്റ് വെയിറ്റ് എ ലിറ്റിൽ മോർ, ഓർ ദർ ആർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇത് ചെയ്യാനായിട്ട്. അത് ദാറ്റ് വിൽ ഡിസ്കസ് ആസ് വി ഗോ ബൈ. നമുക്ക് നമുക്ക് ഈ അടിയൊഴുക്കാണല്ലോ, ശക്തമായ അടിയൊഴുക്കാണല്ലോ ഈ തടസ്സമാകുന്നത്. അത് എന്ന് ഈ പുഴയുടെ ഈ ഒഴുക്കിൻ്റെ ഒരു ശക്തി കുറയുമോ അന്ന് മാത്രമാണ് ഈ താഴേക്ക് അത്രത്തോളം ഡീപ്പിൽ പോയി തിരയാൻ സാധിക്കുകയുള്ളൂ എന്ന തലത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ധൈര്യത്തോടെ ഇവരിറങ്ങുന്നു, പക്ഷേ അവരെയും താങ്കൾ പറഞ്ഞു അധികം പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റി സംഭവിച്ചാൽ അതിനും മറുപടി പറയേണ്ടി വരും. മറ്റ് അടിയന്തരമായ മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടമാണോ ഇപ്പോൾ? അല്ല, മറ്റ് there are various attempts possible. I can suggest some methods. For example, ഇപ്പോൾ അവിടുത്തെ MLA ഉണ്ട്, he is attempting to bring a barge there. ഇപ്പോൾ ബാർജ് കൊണ്ടുവന്നിട്ട് ബാർജിനെ ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ മേലെ യു ബ്രിങ് വൺ ലോങ് ആം JCB എക്സ്കവേറ്റർ, അതിനെ കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഇതിനെ തട്ടി നോക്കിയിട്ട് മണ്ണ് കളക്കിയിട്ട് അതിനെ പൊക്കിയിട്ട് പിടിച്ച് എടുക്കാൻ നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ദാറ്റ് ഈസ് മച്ച് മോർ സേഫർ in terms of risking human lives. അതിന് നല്ല ബാർജ് ഓപ്പറേറ്റേഴ്സ് വേണം, നല്ല JCB ഓപ്പറേറ്റേഴ്സ് വേണം. അവർ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ അറ്റ്ലീസ്റ്റ് ഇതിനൊന്ന് ഇളക്കി നോക്കി പൊക്കാൻ ട്രൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതല്ലാതെ there are some companies I am aware of, ഞാൻ കുറച്ച് അതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്. They use magnets to retrieve metallic objects from water. അവർക്ക് മാഗ്നറ്റ് ബേസ്ഡ് റിട്രീവൽ റിക്കവറി സിസ്റ്റം ഉണ്ട്. അതിനെ ഇറക്കി കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് പോയിട്ട്, വലിയ മാഗ്നറ്റ് ആണത്, അത് മാഗ്നറ്റ് പോയിട്ട് വണ്ടിയെ പിടിക്കും, അതിനെ പൊക്കാൻ പറ്റും യൂസിങ് മാഗ്നറ്റ് വിത്തൗട്ട് യൂസിങ് എനി ഹ്യൂമൻ ബീങ് ഗോയിങ് ഇൻസൈഡ്. മൂന്നാമത്തത്, ദർ ഈസ് എ പോർട്ട് ട്രസ്റ്റിൽ, എനിക്ക് തോന്നുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും കാണും, ദർ ഈസ് എൻ ഐറ്റം കോൾഡ് ആസ് ജങ്കാർ ഫെറി. ഈ ജങ്കാർ ഫെറി ഹാസ് ഗോട്ട് എ ഹ്യൂജ് കപ്പാസിറ്റി ഓഫ് ലോഡ്. അത് more than 200-300 people ആണ് ഒരുമിച്ച് നിൽക്കുന്നത്, if you see that. So അതിന് ലോഡിംഗ് കപ്പാസിറ്റി ബോയൻസി ഒരുപാടുണ്ട്. അതിൽ if you are able to mount a recovery, whatever type of recovery with a long arm, 1 or 2 long arm recoveries, അതിനെ അടുത്ത് കയറ്റി കഴിഞ്ഞാൽ even that can get a feel of it, പിടിച്ച് ഇതിനെ പൊക്കാൻ പറ്റും. ഇങ്ങനെ 3 types of different versions ഉണ്ട്. അപ്പോൾ നമുക്ക് മെച്യൂർ ആയിട്ട് ഇതിന് നന്നായി ടെക്നിക്കൽ പ്ലാനിങ് ചെയ്തിട്ട് സേഫ് ആയിട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. പ്രസന്റ് അപ്രോച്ചിൽ ഇഫ് യു ആസ്ക് മീ പേഴ്സണലി ഇറ്റ് ഈസ് നോട്ട് എൻ അഡ്വൈസബിൾ ഓപ്ഷൻ ഇപ്പോൾ നടക്കുന്നത്. അല്ല സാർ, എന്നാലും ഈ താങ്കൾ പറഞ്ഞ ഈ ഓപ്ഷൻസ് നടപ്പാകണമെങ്കിലും നമ്മൾ ഈ ഇത്രത്തോളം ആഴത്തിലേക്ക് പോകണമല്ലോ അല്ലേ? അതിന് മനുഷ്യൻ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആംസ്, ഈ ലോങ് ആംസ് മാത്രം അകത്ത് പോയാൽ മതി. അപ്പൊ അതിൽ മനുഷ്യത്തിന് ദർ ഈസ് നോ ത്രെറ്റ് ടു ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈങ് ടു സേ. ഓക്കെ, അപ്പോൾ ഈ ഇതുവരെയുള്ള ഈ സോണാർ പരിശോധനകൾ, റഡാർ പരിശോധനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച 4 പോയിന്റുകളുണ്ട്. നമ്മൾ രാവിലെ മുതൽ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. 4ാമത്തെ പോയിന്റിലാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് 132 മീറ്റർ ദൂരെ കരയിൽ നിന്നുള്ള ആ പോയിന്റിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മളുടെ ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് കൂടുതൽ സമയവും ചിലവഴിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയുള്ള ദിവസങ്ങളിലും ഈ പോയിന്റുകളാണല്ലോ അല്ലേ? അല്ലാതെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട പശ്ചാത്തലമില്ലല്ലോ. ആദ്യമൊക്കെ പറഞ്ഞതുപോലെ കരയിലുണ്ടോ പുഴയിലുണ്ടോ എന്ന സംശയത്തിനൊക്കെ ഒരു മറുപടി ആയി കഴിഞ്ഞല്ലോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഉറപ്പാക്കണം ഇവിടെ ട്രക്ക് ഇല്ല. അത് ഉറപ്പായിട്ടില്ല. അവിടെ മണ്ണ് കണ്ടു പറഞ്ഞിട്ട് ട്രക്ക് ഇല്ല എന്നില്ല. ബിക്കോസ് ദർ ഈസ് ഡെപ്പോസിറ്റ് ഓൺ ടോപ്പ്. സെക്കൻഡ്ലി
അവിടുത്തെ കല്ലില് വി ഹാവ് ഓൾസോ എക്സ്പീരിയൻസ്. അവിടെ അയറൻ ഓർ ഡെപ്പോസിറ്റ് ആ ഫുൾ ഏരിയയിൽ ഒരുപാടുണ്ട്. ഈ കല്ലിൽ മൊത്തം അയറൻ ഓർ. ഇപ്പൊ നമ്മുടെ മെറ്റാലിക് സെൻസറും കൊണ്ടുപോയപ്പോ എല്ലാ കല്ലിലും അവർ കുറച്ച് അവർക്ക് ഇത് കിട്ടി, ബീപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ കല്ലിലും ദർ ഈസ് എ എന്താണ് നമ്മുടെ റിഫ്രാക്ഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ റീസൺ ഈ കല്ലായിരിക്കും 3 മീറ്ററിൽ, അതിന്റെ താഴെ ആയിരിക്കും ട്രക്ക്. അത് ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി പോസിബിലിറ്റീസ്. സോ അതിന് വി ഹാവ് ടു ഫസ്റ്റ് റൂൾ ഔട്ട് ദാറ്റ് CP number 4 is not the truck. അതിന് they have suggested 3 methods. ആളെ ഇറക്കുന്നതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ അഡ്വൈസബിൾ ഓപ്ഷൻ. മോർ ടെക്നിക്കൽ ആൻഡ് സേഫർ ഓപ്ഷൻസ് ആർ അവൈലബിൾ. അത് ഉപയോഗിക്കുന്നതായിരിക്കും മോർ അഡ്വൈസബിൾ. സർ, നമുക്കൊരു ഈ ഇപ്പം ട്രക്ക് കണ്ടെത്തുക അത് ഒരു പ്രധാന കാര്യമാണ്. അതിനൊപ്പം അർജുൻ എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം വേണമല്ലോ. അർജുനെ തെർമൽ പരിശോധന അടക്കം അവിടെ ഒരു സാന്നിധ്യമില്ല എന്നടക്കം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ അത് കൂടി ദുഷ്കരമാവുകയാണ്. അർജുൻ്റെ സാന്നിധ്യം എവിടെയുണ്ട് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തുക എന്നതും നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണല്ലോ. അബ്സല്യൂട്ട്ലി. നമ്മൾ ഫൈനലി തിരയുന്ന ട്രക്ക് അല്ല, നമ്മൾ ഫൈനലി തിരയുന്നത് അർജുനനെയാണ്. അതൊരു ഡൗട്ടില്ല. അപ്പോ ഈ ആള് താഴെ ഇറങ്ങിയാലും അർജുനനെ എവിടെ കണ്ടുപിടിക്കും, എങ്ങനെ അർജുനനെ പുറത്ത് കൊണ്ടുവരും? ദീസ് ആർ ഓൾ ബിഗ് ക്വസ്റ്റ്യൻസ്. സോ ട്രക്ക് പൊക്കാതെ, ഇൻ കേസ് വി ആർ സെയിങ് അർജുനൻ ട്രക്കിന്റെ അകത്തുണ്ട്, അത് പൊക്കാതെ അർജുനനെ എങ്ങനെ കിട്ടും നമ്മുടെ കയ്യിൽ? അപ്പോ ഇഫ് യു ആർ അസ്യൂമിങ് അർജുനൻ ഇൻ ദ ട്രക്ക് പൊക്കുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. വേറെ ഒരു ഡ്രൈവറിനും അകത്ത് പോയിട്ട് അതിനെ പൊളിച്ചിട്ട് അർജുനെ പുറത്ത് കൊണ്ടുവരാൻ ഈ കറന്റ് സിറ്റുവേഷനിൽ പറ്റില്ല. പിന്നെയാണ് ദി ഹോൾ ക്വസ്റ്റ്യൻ അബൌട്ട് വേർ ഈസ് അർജുനൻ, വാസ് ഹി ഇൻ ദ ട്രക്ക് ഓർ വാസ് ഹി ഔട്ട്സൈഡ്? അതിനെപ്പറ്റി കുറെ ഡിബേറ്റ് ചിലപ്പോൾ നടന്നു കാണും. ഐ എം നോട്ട് വാണ്ടിങ് ടു ഗോ ടു ദാറ്റ് ഡിബേറ്റ്. നമ്മുടെ ഇതായിരുന്നു, ഇൻ കേസ് അർജുനൻ വാസ് ഇൻ ദ ട്രക്ക്, then where is the truck? ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയത്. ഈ മറ്റ് പോസിബിലിറ്റീസ് എന്താണ് സാർ അർജുനുമായി ബന്ധപ്പെട്ട്? 2-3 കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, ഒരുപക്ഷെ അർജുൻ ഈ ട്രക്കിൽ നിന്ന് പുറത്ത് ഇറങ്ങി ആ സാഹചര്യമായിരുന്നു, അന്നേരമാണ് അപകടം സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഫലമൊക്കെ മറ്റൊന്നാകുമല്ലോ. അങ്ങനെ 2-3 പോസിബിലിറ്റീസ് പറഞ്ഞു വെക്കുന്നു. ട്രക്കിനുള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴുള്ള പരിശോധനയിൽ കൂടുതൽ ഫലമുണ്ടാവുക എന്നുള്ളതല്ലേ? 100% നിങ്ങൾ പറയുന്ന അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. ഇൻ കേസ് ദി ഫസ്റ്റ് പോസിബിലിറ്റി ഇസ് ദെയർ, ചിലപ്പോൾ അർജുൻ ഇറങ്ങി ചായ കുടിക്കുകയായിരുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുകയാണ്, ആൻഡ് അപ്പൊ വന്നതാണെങ്കിൽ ഈ ട്രക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അർജുനന് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മൊത്തം അസംഷൻ ഇതിലാണ് അർജുനൻ ഇതിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ ട്രക്കിന് എടുക്കാൻ നോക്കുന്നത്. ആൻഡ് അർജുനന് കിട്ടണമെങ്കിൽ ട്രക്കിനെ പുറത്തെടുത്താലേ അർജുനന് കിട്ടുള്ളൂ. ഇൻ കേസ് ഇസ് ഇൻസൈഡ്, ദർ ഇസ് നോ അതർ വേ അർജുനന്റെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് വിത്തൗട്ട് പുള്ളിങ് ഔട്ട് ദ ട്രക്ക്. ബിക്കോസ് അതിന്റെ ബോഡിയൊക്കെ ഡാമേജ് ആയി കാണും, അതിന്റെ ഡോർ ലോക്ക് ആയി കാണും. ഈ ക്രാക്ക് ഉണ്ടെങ്കിലും ആ ക്രാക്കിന്റെ കൂടെ അകത്ത് പോയിട്ട് എങ്ങനെയാണ് ഒരു ഡൈവർ എടുക്കുക? ദീസ് ആർ ഓൾ അൺഇമാജിനബിളി ചാലഞ്ചിങ് തിങ്സ്. അപ്പോൾ ഇനി ഒരു ദൗത്യം എന്തായാലും നീളും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൗത്യം നിർത്തിവെക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കാരണം ഈ വലിയ പുഴയുടെ അടിയൊഴുക്കിൽ എന്ത് ചെയ്യാനാകുമെന്നുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ സ്വാഭാവികമായും അത്. ദൗത്യം തുടരും, അത് അർജുനെയും ലോറിയെയും കണ്ടെത്തുന്നവരെ തുടരും. അതിനെല്ലാ നടപടികളും സേനകളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ സർ? കുറച്ച് ഡിഫിക്കൽട്ടായി മലയാളം, എനിക്ക് അത്ര മനസ്സിലായില്ല. കുറച്ചൊരു സിമ്പിളിൽ പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദൗത്യമുണ്ട്, നമ്മളിപ്പോൾ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്ന പ്രധാനപ്പെട്ട മിഷൻ, ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ലോറി ആൻഡ് അർജുൻ വിൽ ഫൈൻഡ്. അതിൽ എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാനിപ്പോ കറന്റ്ലി ആർമി വിട്ട് കഴിഞ്ഞു. അതേപോലെ അത് സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഇറ്റ് വിൽ നോട്ട് ബി കറക്റ്റ് ഓൺ മൈ പാർട്ട് ടു കമന്റ് ഹൗ ലോങ് ദേ ഷുഡ് കണ്ടിന്യൂ, ഹൗ ലോങ് വിൽ ഇറ്റ് കണ്ടിന്യൂ. അത് ഞാൻ പറയുന്നത് ശരിയാവില്ല. I can only provide my advice, and my advice is always available to the civil administration on how best to do it, how much to do, how long to do, how far to do, how risky to do. That is a responsibility that the civil administration, especially the DC, whose mind is in big dilemma, അവർ എടുക്കുന്നതാണ്. അവരുടെ മൈൻഡിൽ എന്ത് ഡിലേമ ആയിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ ഇത് ചെയ്യുന്നത്, when they are doing this, they are risking lives of few more people. അപ്പോൾ അതന്നെ ഒരു വലിയ ഡയലേമയാണ്. ഇതൊക്കെ ഡയലേമ മൈൻഡിൽ വെച്ചിട്ട് DC-ക്ക് ആ ഡിസിഷൻ എടുക്കുക പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഡെഫിനറ്റ്ലി നോട്ട് ഈസി. ഇതൊക്കെ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഡയലേമസ് ഒക്കെയാണ്. സോ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ ഓൺ വാട്ട് ഡിസിഷൻസ് വി ടേക്ക്. What is your personal opinion on that, sir, about continuing this mission
Is it possible, is it practical to get Arjun in this difficult time? Yes, we must continue attempting. We all want to see Arjunan. അതൊരു ഡൗട്ടുമില്ല. പക്ഷെ വേറെ ഒരു ലൈഫിനെ റിസ്കിലിട്ടിട്ട് അത് ചെയ്യാൻ്റെ പകരം ടെക്നോളജി ഉപയോഗിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് അതിനെ ചെയ്യുന്നതായിരിക്കും an advisable option. Okay, sir. Thank you so much for your presence in the last 15 minutes. And valuable your comments also, sir. Ignatius. Thank you. നമുക്ക് താങ്കളിലേക്ക് എനിക്ക് ആദ്യം പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് ഏറ്റവും പ്രധാന അതിഥി ആയി താങ്കളെ തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ നേരത്തെ ഇരുന്ന് 2018 ഒരു പ്രളയകാലത്ത് അല്ലേ, അന്ന് കേരളത്തിലെ നിരവധി ആളുകളെ രക്ഷിച്ച ഒരു സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു താങ്കൾ. അന്ന് വികാരനിർഭരമായി ഈ ഫ്ലോറിൽ വന്നിരുന്ന് എന്നോട് സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സമാനമായി തന്നെ വലിയൊരു ദൗത്യത്തിലാണ് ഇന്ന് ഞങ്ങളൊക്കെ കണ്ട ഈ TV ഫ്ലോറിൽ നിന്ന് കണ്ട് ഞെട്ടുകയായിരുന്നു. കാരണം ഇത്ര ആഴത്തിലുള്ള ഒഴുക്കിലുള്ള പുഴയിലേക്ക് കുത്തൊഴുക്കിലേക്ക് ജീവൻ പണയം വെച്ച് ഇറങ്ങുകയാണ് നിങ്ങളുടെ സംഘത്തിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടാളികളായ അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് ഇഗ്നേഷ്യസ് തോന്നിയത് ഈ ദൗത്യത്തിൽ ഇത്ര ധൈര്യത്തോടെ സഹപ്രവർത്തകർ ഇറങ്ങിയപ്പോൾ? തീർച്ചയായിട്ടും അഭിമാനവും ഒരു നിമിഷം അവരോടുള്ള സ്നേഹവുമാണ് ആദ്യം പ്രകടിപ്പിക്കാനുള്ളത്. വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നത് 2018 പ്രളയകാലത്ത് ഇതിനേക്കാളും വലിയ ശക്തമായ കുത്തൊഴുക്ക് പമ്പയാറ്റിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഒരു അടിയൊഴുക്കില്ലായിരുന്നു. ഇത് വളരെ വലിയ അടിയൊഴുക്കാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. ഇന്ന് തന്നെ പല വിഷ്വലിലും ഞാൻ കണ്ടതാണ്. മാൽപ്പയ്ക്ക് ഇറങ്ങുവാൻ വേണ്ടിയായിട്ട് വലിയ നീളമുള്ള തടി കുത്തി കൊടുത്തിട്ടാണ് ഇറങ്ങുന്ന അവസ്ഥ. അതായത് അതിനർത്ഥം അടിത്തട്ടിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല, അവിടെ നിൽക്കാൻ സാധിക്കില്ല, നിലയുറപ്പിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു പണി തന്നെയാണ്. അപ്പോൾ ഇത് തികച്ചും എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാര്യം ഇപ്പോഴും 0% വിസിബിലിറ്റി അവിടെ ഉള്ളൂ. എത്ര വലിയ മാത്രമല്ല ഈ ട്രക്ക് എവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി എവിടെയാണ് നിലയുറപ്പിച്ച് എവിടെ തപ്പിയെടുക്കാമെന്ന് പോലും ഒരു തിട്ടമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് എനിക്ക് മുൻപ് പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തി പറഞ്ഞത് കണക്ക് ഇതൊരു ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഇത് ഒന്ന് വളരെ വലിയ സമയദൈർഘ്യം നമുക്ക് എടുക്കുന്നു, രണ്ട് ഒത്തിരി പേരുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇതൊരു വലിയ കുത്തൊഴുക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. അത് നമുക്ക് മീഡിയകളിലൂടെ കാണുമ്പോൾ അറിയാം. മാൽപ്പയുടെ ആത്മവിശ്വാസം കാണുമ്പോൾ തികച്ചും അത് ഞങ്ങളുടെ ഒരാളുടെ ആത്മവിശ്വാസം കാണുമ്പോൾ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾ പലരും ഇത്തരക്കാർ തന്നെയാണ്. ഞങ്ങളുടെ ജീവനൊക്കെ ഞങ്ങൾ വലിയ വില കൽപ്പിക്കാത്ത ആൾക്കാരാണ്. ദിനവും കടലിലും കരകാണാ കടലിലിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തം ജീവനിലൊരിക്കലും ഭയമുണ്ടാവില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് തോന്നും. അദ്ദേഹത്തിന് ഒരു 70% നമുക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. ബാക്കി 30% അവിടെ പെയ്യുന്ന മഴയുടെയും അവിടെ ഒഴുകുന്ന കുത്തൊഴുക്കിൻ്റെയും അടിസ്ഥാനത്തിലും അവിടെ ലഭിക്കുന്ന വിസിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിലും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും പോകുന്ന ഒരു പ്രവർത്തനം വളരെ ദുഷ്കരമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അല്ല, അവിടെയാണ് നേരത്തെ ശ്രീ ഇന്ദ്രപാലൻ അദ്ദേഹം ഈ ദൗത്യത്തിൻ്റെ എല്ലാ വിദഗ്ധ ഉപദേശവും മേജർ ജനറലാണ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് താങ്കൾ ഈ സൂചിപ്പിച്ചത്. അതായത് ജീവൻ തൃണവൽഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം അത് അവരെങ്ങോട്ട് നിർബന്ധിച്ച് വന്നതാണ് കേട്ടോ. അല്ല അങ്ങോട്ട് അവരെ സമീപിച്ച് പറഞ്ഞല്ല. അവർ തന്നെ ഈ 5-6 ദിവസമായിട്ട് ഇത്ര വലിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തങ്ങൾക്ക് പറ്റാവുന്ന വിധം അവിടെയാണ് ഈ പ്രാദേശികമായി ഈ ആഴവും ഈ ഓളവും ഈ പറഞ്ഞ ഒഴുക്കുമൊക്കെ അറിയാവുന്നവരുടെ സഹായം ഒരുപക്ഷെ നേവിയേക്കാളും കുറച്ചുകൂടി ഫലപ്രദമാകുമെന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതും വളരെ പ്രധാനമാണ്. പ്രാദേശികമായ വികാരം പ്രാദേശികം അറിയാവുന്ന ആളുകളുടെ സാന്നിധ്യം വളരെ പ്രധാനമാണല്ലോ. ശരിയാണ്. അതിൽ നമുക്ക് ഏറ്റവും നേട്ടമായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന്, മാൽപ്പയെ പോലുള്ള വ്യക്തിക്ക് വളരെ വലിയ പരിചയസമ്പത്തുണ്ട്. ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ച ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. രണ്ട്, അദ്ദേഹം ആ നാട്ടുകാരനാണ്. ആ പുഴയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ്, ധാരണയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പോരാതെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനും അത് നമുക്ക് വളരെ ഒരു ഉണർവ് നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്കതൊരു വളരെ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ടും ഈ സംഭവത്തെ നമുക്ക് ഈ ദൗത്യത്തെ നമുക്ക് തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു കുത്തൊഴുക്കാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്ന് തന്നെ എത്രയോ തവണ ഞാനിത് ന്യൂസ് 80യുടെ ലൈവ് തന്നെ കണ്ടായിരുന്നു. വടം പൊട്ടി
മൂന്ന് തവണ വടം പൊട്ടിയിരിക്കുന്നു. പിന്നെ നിൽക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് കമ്പ് വളരെ നീളമുള്ള കമ്പ് കുത്തി നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ വളരെ ദുഷ്കരമാണ്. ഈ നങ്കൂരം ഇടുക, 6 വട്ടം നങ്കൂരം ഇട്ടു എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എങ്ങനെ കുത്തി നിൽക്കും എന്നുള്ള ഒരു പ്രധാന കാര്യം. താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ മൺകൂനയാണ്, വലിയ ബലമൊന്നും ഉണ്ടാവില്ല. ഇത് ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ചത് കണക്ക് ഇത് ഈ മണ്ണിൻ്റെ ഈ ചെളിയുടെയും പാറയുടെയും അടിയിലാണ് ലോറിയെങ്കിൽ ഈ നങ്കൂരം ഇറക്കി നമ്മൾ ഈ നമ്മുടെ ഈ ബോട്ട് ഓട്ടിച്ചത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഉപരിതലത്തിൽ തട്ടി വരത്തേ ഉള്ളൂ. അത് ഏതെങ്കിലും കരിങ്കല്ലിൽ ഉടക്കി നിൽക്കത്തേ ഉള്ളൂ. അതല്ലാതെ കൃത്യമായി ആ ലോറിയിൽ പോയി കൊളുത്തണമെന്നില്ല. അപ്പോൾ അതും പ്രായോഗിക തലത്തിൽ അത് വിജയകരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ കുത്തൊഴുക്കിൻ്റെ ഈ 8 നോട്ടീസ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പോഴും, അതിലെന്തെങ്കിലും ഒരു കുറവ് ശമനം വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നത്. ഒരു പക്ഷേ വിജയിച്ചാൽ അത് വലിയ നേട്ടം തന്നെയായിരിക്കും. എങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തിൽ അത് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം ഉപകാരപ്രദമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ മല്ലിടുന്ന കടല് പോലുമല്ല അല്ലേ, അതിലും ശക്തമാണ് കാര്യങ്ങൾ അല്ലേ? കടൽ ഒരു കാറ്റിലും കോളിലും മാറുന്നത് കണക്കല്ലല്ലോ. ഇത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് ഇത് സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതേ ഫ്ലോയിൽ നിൽക്കുകയാണ്. അത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ കുറയുന്ന ഒരു സാഹചര്യം വന്നാലല്ലേ എന്തെങ്കിലും ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് അങ്ങനെ തന്നെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അത് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഒരു അമച്ചർ രീതിയിലുള്ള വെറും ഒരു ദൗത്യമായി ഇത് അവശേഷിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടമായിരുന്നാലും സേനാംഗങ്ങളായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും സംസ്ഥാന സർക്കാരായിരുന്നാലും എല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ വൈസായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ട് വരേണ്ടതെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും ശ്രീ കൃഷ്ണദാസ്, നമുക്കിന്ന് ഈ 12ാം ദിവസം നമുക്ക് ശുഭകരമായ, നമുക്ക് പ്രതീക്ഷാ നിർഭരമായ, ശുഭകരമെന്ന് പറയാൻ സാധിക്കില്ല, പ്രതീക്ഷ ഉളവാക്കുന്ന വിധത്തിലുള്ള 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഇന്നലെ ലഭിച്ച 4ാമത്തെ സിഗ്നലാണ്. അത് 132 മീറ്റർ അകലെയാണ് കരയിൽ നിന്ന്. അവിടെ ഒരു കൃത്യമായി ലോറിയുടെ സാന്നിധ്യം ലഭിച്ചു എന്നുള്ളതായിരുന്നു. രണ്ടാമത് സ്വമേധയാ വന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർ മാൽപ്പേ സംഘം എത്തുകയും അവർ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ ധൈര്യപൂർവ്വം ഇറങ്ങുകയും ചെയ്തു. പക്ഷേ വൈകുന്നേരം വരുന്ന വാർത്തയാണ് അല്പം പ്രശ്നമുണ്ടാക്കുന്നത്. ഈ മൺകൂണയിൽ ഈ പറഞ്ഞ 4ാമത്തെ സിഗ്നൽ ലഭിച്ച 4th പോയിന്റിൽ പോലും ഇത്തരത്തിലുള്ള ലോറിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാകുന്നു. ഒപ്പം മണ്ണും ചെളിയും മാത്രം കണ്ടെത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അവിടെ ഈ വാർത്ത എത്തി കാണുമെന്ന് കരുതുന്നു. അത് അല്പം പ്രയാസകരമാണല്ലേ? കൃഷ്ണദാസ്, തീർച്ചയായും ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കുന്ന രീതിയിലേക്കാണ് ഓരോ ദിവസത്തെ കാര്യങ്ങളും പോകുന്നത്. മനുഷ്യനാൽ കഴിയുന്നതെല്ലാം അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ദ്രപാൽ സാറിനെ പോലുള്ളവർ പറയുന്നത്, ഇന്നിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ യന്ത്രസാമഗ്രികളുടെ സഹായം കുറെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. കാരണം പുഴയുടെ ഒഴുക്ക് നിയന്ത്രണാതീതമാണ് എന്ന് പറയുമ്പോൾ തന്നെ പല വിദഗ്ധ അഭിപ്രായങ്ങൾ നമ്മൾ ഈ ചർച്ചകളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ എനിക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് എന്ന് തോന്നിയിരുന്നത് ഇന്നലെ ശ്രീ മോഹനപിള്ള സാറ് പറഞ്ഞ ഒരു കാര്യം. അതായത് ഏകദേശം 240 മീറ്റർ വീതിയുള്ള പുഴയുടെ 70 മീറ്ററോൾ ഭാഗത്താണ് നമ്മുടെ ഈ പോയിന്റുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സാൻഡ് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു ഡൈവേർഷൻ നടത്തിക്കൂടാ എന്നാലോചിക്കുമ്പോൾ ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റുമെന്നും ഇന്നലെ ഒരു വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ആയിരക്കണക്കിന് സാൻഡ് ബാഗ്സ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും കുറച്ചുകൂടി ലഘൂകരിക്കുന്ന രീതി, ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള 1.5 മീറ്റർ 2 മീറ്റർ വീതിയുള്ള മണൽത്തിട്ട വെച്ചുകൊണ്ട് പുഴയുടെ ഒഴുക്കിൻ്റെ ഗതിയെ
മാറ്റിമറിക്കാനും അതുപോലെ തന്നെ ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാനും പറ്റുന്ന ഒരു തന്ത്രം ഇന്നലെ മോഹൻ പിള്ള സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെ നീക്കാൻ പറ്റുമെന്ന് കൂടി വിദഗ്ധർ ഈ ദൗത്യ സംഘത്തെ അറിയിക്കുകയാണെങ്കിൽ, നമ്മളിത് ചാനൽ ചർച്ചയിലിരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതിനപ്പുറം ഈ പറയുന്ന പ്രായോഗിക കാര്യങ്ങൾ ആ ദൗത്യ സംഘത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷ കൊടുക്കുകയും വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ പ്രതീക്ഷയും അസ്തമിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10-12 ദിവസമായിട്ട് നമ്മൾക്ക് മുന്നിലുള്ളത്. അതൊന്ന് മാറി പോകണം. കാരണം ഓരോ ദിവസവും കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ മുന്നിലുള്ളത് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ പ്രതീക്ഷ അസ്ഥാനത്താകുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫർട്ടുകളെല്ലാം അവസാനമാകുമ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയായി പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള, ഇപ്പോഴും പറയുന്നു, സാങ്കേതികപരമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഹെവി എക്യുപ്മെന്റ്സ്, ബാർജ്, ഇതുപോലുള്ള സാധനങ്ങൾ മാനുവലി അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. 2 ദിവസത്തെ അത് മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടാലും നാവികസേനയുടെ ആളുകൾ ശ്രമിച്ചാലും അത് സാധ്യമല്ല എന്ന് വരുമ്പോൾ, ഇന്നിപ്പം നേരത്തെ നമ്മുടെ ഈ മിഷന് നേതൃത്വം കൊടുക്കുന്ന സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ബാർജ് കൊണ്ടുവരാനാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് എത്രത്തോളം ഇത് ഓരോ ദിവസവും ഈ ഡിസ്കഷൻ പോകുന്നതിന് പകരം മുൻകൂട്ടി കാര്യങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറെ കൂടി ഈ മിഷൻ എത്രയും നേരത്തെ അവസാനിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പരാതി ഉണ്ടോ? കാരണം സാങ്കേതികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കിതൊരു ഈ ദൗത്യം എന്നുള്ളത് അത് നമുക്ക് സമാനതകളില്ലാത്ത ഒരു അപകടമാണ്. അവിടെ എത്തിച്ചേരുക, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത, പുഴയുടെ ഒഴുക്ക് ഒക്കെ നമ്മൾ പ്രവചിക്കാനാകാത്ത വിധം വഷളാണ്. നമ്മൾ ഇത്ര വലിയൊരു ദൗത്യത്തിൽ ഒരു പക്ഷേ നമ്മൾ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര നാൾ നീണ്ടു നിന്ന ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ട സംവിധാനങ്ങൾ, പ്രയോഗിക്കാവുന്ന സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം പൊതുവെ ഉണ്ട്, അല്ലേ? അല്ല, ആ രീതിയിൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ സംവിധാനങ്ങളെയും എന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് യഥാസമയം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മനസ്സോടുകൂടി തന്നെയാണ് ഇനിയും ഈ ദൗത്യം നല്ലൊരു റിസൾട്ടോട് കൂടി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം സംവിധാനങ്ങൾക്കുമുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അതിന് സമയം, 1 മിനിറ്റ് പോലും വൈകാതെ എന്തൊക്കെ എത്തിക്കാൻ വേണ്ടി പറ്റും, ഏതൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി പറ്റും, അതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ അവരുടെ സമയ ദൈർഘ്യം, ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പരീക്ഷണശാലയാക്കി നമ്മുടെ ഈ ദൗത്യത്തെ മാറ്റരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതെല്ലാം മുന്നിൽ കണ്ടവരാ. നമുക്ക് നേരെ ഈ ഇത്തരം ഒരു ദുരന്തം ആദ്യമായിരിക്കാം. പക്ഷേ ആ മിഷനിൽ പങ്കെടുക്കുന്നവർ ഇതിനേക്കാൾ ഏറെ ദുരന്ത മുഖത്ത് വർക്ക് ചെയ്തവരും എക്സ്പീരിയൻസ് ഉള്ളവരുമാണ്. ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മുൻകൂട്ടി ഇതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണാനുള്ള ഒരു മനസാന്നിധ്യം അവർക്കുണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, തിരിച്ചു വരാം. ശ്രീ രതീഷ് മുങ്ങൽ വിദഗ്ധനാണ്, ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളാണ്. രതീഷിന് ഈ ദൗത്യങ്ങൾ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇറങ്ങുന്നു, അവർ ഈ ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നു. പക്ഷേ അപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പ്രത്യേകതകൾ, ഒഴുക്ക്, മറ്റു കാര്യങ്ങൾ, പിന്നെ ഈ കൃത്യമായി ഈ ഈ ലോറി അവിടെ ഉണ്ടോ എന്നറിയാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട്, സിഗ്നലുകളുടെ സ്കാറ്റേഡായിട്ടുള്ള സിഗ്നലുകൾ വലിയ പ്രശ്നമാണ്. 4 പോയിന്റുകൾ കണ്ടെത്തുന്നു, അത് കുഴിക്കുക, അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിന് പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷൻ എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ ഈ ദൗത്യം ഇത്രയും ദിവസമായി കാണുമ്പോൾ? ഒരു മുങ്ങൽ വിദഗ്ധൻ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡൈവറിനെ അവിടെ അതിനകത്ത് ഉള്ളിലേക്ക് വിട്ട് ഇനി ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം, ഇപ്പൊ നമുക്ക് ഈ ഇത്രയും ഒരു ഒഴുക്ക് 3 നോട്ട് 6.8 നോട്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് പോസിബിൾ അല്ല. അപ്പം നമ്മളിങ്ങനെ അത് നീട്ടിക്കൊണ്ട് പോകുന്നതിനെക്കാട്ടി നല്ലത്, നേരത്തെ ഇപ്പം സാർ നമ്മുടെ ഇന്ദ്രബാലൻ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. ജങ്കാറിനകത്ത് JCB ഘടിപ്പിച്ചിട്ട് നമുക്ക് അതിനെ ആഴത്തിലേക്ക് ഇറക്കി ഓരോ സ്ഥലവും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഒരു ഡൈവർ ഇറങ്ങാതെ തന്നെ അത്രയും ഡീപ്പിൽ പോകുന്ന അത്രയും നീളമുള്ള, ഇപ്പം നമ്മൾ കരയിൽ തന്നെ ഉണ്ട് സംഭവം, അതേപോലുള്ള JCBകൾ ജങ്കാർ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ഡൈവർ ഇറങ്ങാതെ തന്നെ നമുക്ക് അത് ചെല്ലുമ്പോൾ അതിനകത്ത് അവിടെ ഈ ലോഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് പാറ കഷ്ണമാണെന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. ഒന്ന്. രണ്ടാമത് എനിക്ക് പറയാന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ ഒരു ലാൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ലാൻഡിന്റെ തൊട്ടടുത്താണ് ഈ 4ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഈ പറയുന്ന ലാൻഡിനകത്ത് ഇതേപോലെ ഒരു നീളം കൂടിയ ഒരു JCB
ആ ലാൻഡിൽ നിർത്തിക്കൊണ്ട് ആ ഒരു 4 ചുറ്റും ഒന്ന് കറങ്ങി ഇപ്പൊ ഈ പറയുന്ന മുങ്ങൽ വെച്ചിട്ട് മുങ്ങിയ സ്ഥലത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരാൾ മുങ്ങാതെ തന്നെ അതിന്റെ താഴെ പോയി നമുക്ക് ഇങ്ങനെയുള്ള ലോകകഷ്ണങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ട്രക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കുമെന്ന് എന്റെ ഒരു അറിവിൽ പറയുന്നത്. നിരവധി നമ്മുടെ ഇവിടെ കേരളത്തിന്റെ ഒരു പിന്നെ ജലാശയങ്ങളുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേലിയിറക്കങ്ങളൊക്കെ നമുക്ക് ഡിഫൻസിനകത്ത് നമ്മൾ ഈ പറയുന്ന പല രക്ഷാപ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് ഈ ഒഴുക്കിനെയൊക്കെ നമുക്ക് അത് സാധ്യമായിട്ട്. പക്ഷെ അവിടെ ഇത്രത്തോളം ഇത്ര കിലോമീറ്ററോളം കടൽ അടുത്തുണ്ടായിട്ട് പോലും ഈ ശക്തമായ മഴയിൽ ഈ മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന കുത്തൊഴുക്കിൽ വരുന്ന അത്രയും കറണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഒരു ദുരന്തം നമുക്കില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ഇത്ര സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അന്ന് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പൊ പറയുന്ന പോലെ വൈകാരികമായിട്ട് നമ്മൾ പറയുമ്പോഴും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർമാർക്കോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാവുന്നതാണ് പറയുക. ഞാൻ ആരെയും കുറ്റം പറയില്ല ഈ കാര്യം. ഇതിനകത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നമ്മള് പക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നം ഇതാണ്, ഈ വലിയ ശക്തമായ മഴ, മോശമായ കാലാവസ്ഥ. ഈ പറഞ്ഞ പോലെ നേരത്തെയും ഇതിലും ശക്തമായ കുത്തൊഴുക്ക്, അടിയൊഴുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഈ തുടക്ക സമയത്തും ഒക്കെ. ഈ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത മിനിസ്റ്റർ പറയുകയായിരുന്നു, മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്ഥലത്ത് ഈ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്, അവിടെ അധികം വീടുകളൊന്നുമില്ല. അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് പോലും പുറം ലോകം അറിയാൻ അല്പം സമയമെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എനിക്കതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. അതെ അതെ, അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന എന്താ പറയാ ഈ കുത്തൊഴുക്ക് സംഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന ഒരു നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് സ്ഥലത്ത് ഒരേപോലെ നമ്മൾ ഈ വർക്ക് ചെയ്തതെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്രയും മെഷീനറീസ് ഇല്ലെങ്കിൽ ഇത്രയും കാര്യക്ഷമമായ ആ പ്രവർത്തനം ആ സമയങ്ങളിൽ തുടങ്ങിയെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഇപ്പൊ തന്നെ 12 ദിവസമായി. അപ്പം ആ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആദ്യത്തെ 1, 2, 3 ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അത് എല്ലാവരും ഒരേപോലെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഒഴുക്കിന്റെ ഒരു ശക്തിയുടെ ഒരു സംഭവം പറയുന്നത്, നമ്മൾ ആറന്മുള ജലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വള്ളസദ്യയിൽ ഒരു വള്ളം പറഞ്ഞ് 2 പേരും മരണപ്പെട്ടിട്ട് ഞങ്ങളുടെ സ്കൂബ ടീം പോയാണ് അവിടെ സെർച്ച് ചെയ്തത്. പക്ഷെ 2 ദിവസം ഞങ്ങൾ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നോക്കിയിട്ടും ചെങ്ങന്നൂരിൽ നിന്നാണ് നമുക്ക് അവരുടെ ബോഡി റിക്കവർ ചെയ്തത്. ഏത് കാര്യം പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മളിങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ നമ്മൾ അത് നോക്കാതെ അതിനപ്പുറത്ത് എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സഹായങ്ങൾ വേണ്ടി വരും. കാരണം വെച്ചാൽ ഇപ്പൊ തൊട്ടപ്പുറത്ത് കടലാന്ന് പറയുന്നത്, ആ കടലിന്റെ ഭാഗത്ത് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ തടി ഒഴുകി പോയ സ്ഥലങ്ങളിൽ അവിടെ എല്ലാം നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് സാധ്യമായ കാര്യങ്ങളെല്ലാം ഇനി ഒന്നും മാറ്റിവെക്കാനല്ല, ഇപ്പൊ അടുത്ത ദിവസത്തേക്കെന്നല്ല, ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. കാര്യം കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവരുടെ അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചിട്ട് ദിനം പ്രതി എല്ലാ ദിവസവും ദൈവം ഇന്ന് കിട്ടുമോ നാളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം തീർച്ചയായും അതുകൊണ്ടായിരിക്കും നമ്മൾ തോന്നുന്നു നമ്മുടെ MLA വരെ നേവി പോലും അനുമതി കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവിടുത്തെ പ്രാദേശിക ഒരു ഡൈവിംഗ് ടീമിനെ തന്നെ ഇറക്കി അവിടെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. തീർച്ചയായും തിരിച്ചു വരാം. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം ഈ സ്ഥലത്തുണ്ട്. അദ്ദേഹം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ 2-3 ദിവസമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും സാന്നിധ്യമാണ്. അദ്ദേഹം ടെലിഫോണിലായുണ്ട്. മിനിസ്റ്റർ നമസ്കാരം. ഇന്ന് ഈ താങ്കൾ രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവിടെ പറഞ്ഞത് ഉന്നതതല യോഗത്തിൽ ഇന്നലെ ഒരു ഉന്നതതല യോഗം നടന്നു, ഇന്നും സമാനമായ യോഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് 8 മണിക്ക് ശേഷം. പക്ഷേ ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും പ്രാവർത്തികമാക്കുന്നതിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായി എന്ന പരോക്ഷമായ ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് പിന്നീട് വിലയിരുത്തിയിരുന്നോ? അല്ല, തീരുമാനത്തിൽ തന്നെയാണ് നമ്മളത് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവരുടെ ആളുകളെ എത്തിക്കണമെന്ന കാര്യത്തിലായിരുന്നു ഒരു ധാരണയിലെത്തിയിരുന്നത്. ആ ധാരണ രാവിലെ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചു കണ്ടില്ല എന്ന ഒരു സൂചനയല്ലാതെ ഞാൻ നേരത്തെ അതിലെന്തെങ്കിലും തരത്തിലുള്ള മുൻവിധികളോ ഒന്നുമില്ല. തെരച്ചിലിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 2-3 ദിവസമെങ്കിലും ഒരു അലസത കാട്ടിയിരുന്നു എന്ന ആക്ഷേപം പൊതുവെ ഉണ്ടായിരുന്നുവല്ലോ മിനിസ്റ്റർ. അത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തു.
നമ്മളൊക്കെ ഇടപെടുകയും മാധ്യമങ്ങളുടെ ഇടപെടലുണ്ടായി, പിന്നീട് മന്ത്രിമാരുടെ സംഘം അവിടെ എത്തി, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു. അങ്ങനെ വന്നതിന് ശേഷമാണ് ഒരു കാലികമായ പരിശോധനയിലേക്ക് കടന്നത്. ഇതിപ്പോൾ നേവിയുമായി ബന്ധപ്പെട്ട്, പട്ടാളവുമായി ബന്ധപ്പെട്ടും സർക്കാരുകളുമായി ബന്ധപ്പെട്ടും കുടുംബവും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വികാരനിർഭരയായി അമ്മ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനോട് ചേർത്ത് നിൽക്കാവുന്ന തരത്തിലുള്ള അലസത ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സൂചനയുണ്ടോ താങ്കളുടെ വാക്കുകളിൽ? അല്ല, നമ്മുടെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വലിയ അറിവ് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ദേശീയപാതയിലെ മനുഷ്യവാസമില്ലാത്ത ഒരു ഭാഗമാണ്. 1-2 വീടുകൾ നദിയുടെ അക്കരയുണ്ട് എന്നല്ലാതെ. അപ്പോൾ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് മല ഇടിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ലോകം അറിഞ്ഞു തുടങ്ങിയത്. കർണാടക ഗവൺമെന്റിനും അങ്ങനെ ആയിരിക്കാനാണ് ഇട എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കേരള മുഖ്യമന്ത്രി ഈ വിഷയം കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ഈ തെരച്ചിൽ പരിപാടികൾക്ക് കോട്ടമൊന്നും തട്ടാതെ നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇനിയൊരു എന്താണ് ഇനി മുന്നോട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചു. ഇന്നൊന്നും കാര്യമായി കണ്ടെത്താനായില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു ശ്രമം ഉണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക്, ഫലപ്രദമായ ഒരു റിസൾട്ടിലേക്ക് കുടുംബമൊക്കെ കാത്തിരിക്കുകയാണ്. അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ? അവർക്ക് എന്തെങ്കിലും പുതുതായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള ആലോചനയുടെ ഭാഗമായി മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ. ഞങ്ങളെല്ലാം നാളെയും ഇവിടെയുണ്ട്. നാളെ രാവിലെയും ബന്ധപ്പെട്ടവരെ അയച്ച് സംസാരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ബന്ധുക്കൾക്ക് അറിയിക്കുക മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നത്. ശരി, നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇഗ്നേഷ്യസ്. അതാണ് ഈ ദൗത്യം. നമ്മൾ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ വേണ്ടി വരും. കാരണം ജീവൻ പണയപ്പെടുത്തി ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങുക എന്നത് റിസ്ക്കാണ് എപ്പോഴും. അത്തരത്തിൽ പോകേണ്ട കാര്യമില്ല. അവർക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ആ ഒരു വിലപ്പെട്ട ആളെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭ്യമാവുകയും വേണം. അതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ്. അത് നമ്മുടെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം. മനസാക്ഷിയുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് അവിടെ സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. അതിനപ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ കരുതണം എന്നുമുണ്ടല്ലോ. ഒപ്പം എന്തൊക്കെ ചെയ്യാനാകും ഇനിയുമുള്ള ദിവസങ്ങളിലും എന്നുമുള്ളൊരു കണക്കുകൂട്ടലും വേണമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇത് ഇപ്പോഴും ഇന്നത്തെ തെരച്ചിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാൻ സാധിച്ചത് ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ കണ്ടെത്തിയത് അവർക്ക് ആ പാറയുടെയും ആ ചെളിയുടെയും അടുത്ത് മാത്രമേ പോയി എത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും പാതി വഴിയിലാണ് ഇപ്പോഴും തിരച്ചിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്കിപ്പോഴും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് ജീവൻ പണയം വെച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രാഥമികമായ സ്വഭാവമാണ് മറ്റുള്ളവരുടെ ജീവൻ അത് സുരക്ഷിതമാക്കുക, രക്ഷിക്കുക എന്നുള്ളത്. അത് മനുഷ്യ സഹജമായ സ്നേഹത്തിൻ്റെ ഒരു വിഷയമാണ്. ആ വൈകാരിക തലങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായും സാങ്കേതിക വിദ്യകൾ ഈ നേരത്തെ ദൗത്യസംഘ തലവൻ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇനിയെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ കടക്കണം. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇരുട്ടിൽ തപ്പുന്ന ആ സ്ഥിതിയിലേക്ക് തന്നെ നമ്മൾ നിൽക്കും എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അതാണ്, അത്തരത്തിലുള്ള സാങ്കേതികത്തിൽ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പരിമിതികളും ഒരുപാട് പറയുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഈ ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങളിൽ നമ്മുടെ മന്ത്രിമാർ തന്നെ ഒരു പരാതി രാവിലെ പറഞ്ഞിരുന്നു. അത് നമ്മുടെ നാട് പോലെയല്ല കർണാടക. അവിടെ അത്ര കാര്യക്ഷമമായ കാര്യങ്ങൾ അവിടുത്തെ 2 ജീവനുകൾ കൂടി ഉണ്ട് എന്നുകൂടി ഓർക്കണം. എന്നിട്ട് പോലും അവിടുത്തെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു പല ഘട്ടങ്ങളിലും. ഇപ്പോഴും അതേ പരാതി ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴും മന്ത്രി പറയുന്നുണ്ട്. തീരുമാനങ്ങൾ ഉന്നതതല യോഗങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുന്നു. സമയം വൈകുന്തോറും നമ്മുടെ പ്രയാസവും കൂടും, നമ്മുടെ കാത്തിരിപ്പ് നീളും. അതൊക്കെ ഒഴിവാക്കാനായി ഈ 2 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടല്ലോ. അവിടെയാണ് ഈ മൊത്തത്തിലുള്ള കാര്യങ്ങളും ഒന്ന് പരിഗണനയിലാവുന്നത്.
അതെ സർ, നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ചർച്ചകൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ദൗത്യ മേഖലയിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള പോരായ്കയാണ്. അതാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് രാവിലെ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 2 ദിവസത്തെ സ്ഥിതി ആകുമ്പോൾ നാളെ ഇത് തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇന്നേ ഒരുക്കണം എന്നുള്ള രീതിയിലാണ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ഇത് ഓരോ ദിവസവും ദൗത്യം കഴിഞ്ഞിട്ടാണ് അടുത്തതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മളെന്താണ് ഓരോ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ 11 ദിവസത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നേതൃത്വ നിലയിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. പുഴയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്, ആ പുഴയുടെ ഒഴുക്കിൻ്റെ ശക്തി മനസ്സിലായിട്ടുണ്ട്, ഈ നിൽക്കുന്ന നമ്മൾ കണ്ടെത്താൻ പോകുന്ന വസ്തുവിൻ്റെ ഏകദേശ രൂപം എന്താണ്, അത് എവിടെയാണ് എന്നുള്ള ധാരണയൊക്കെയുണ്ട്. പക്ഷേ അവിടെ പ്രാവർത്തികമാക്കേണ്ട സംഗതികൾ എന്ത്, ആ കാര്യത്തിൽ ഇപ്പോഴും അമാന്തം ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് പൊതുവുള്ളൊരു അഭിപ്രായം കൂടിയാണ്. പൊതുവുള്ള അഭിപ്രായമല്ല, നമ്മൾ ഈ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് ജങ്കാറ് കൊണ്ടുവരണം എന്ന് പറയുന്നു. ജങ്കാറ് കൊണ്ടുവരണം എന്ന് എന്നും ആലോചിക്കേണ്ട വിഷയമാണ്. ആ പ്രകൃതിയുടെ അവിടുത്തെ അല്ലെ പുഴയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങൾ വേണ്ടി വരുമെന്ന് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് 11 ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓരോ ദിവസവും സ്കാനർ കൊണ്ടുവരുന്നു. ഒരു സ്കാനറിൽ ഒരു പുഴയ്ക്കകത്തിരിക്കുന്ന ഒരു വലിയൊരു വസ്തുവിന്റെ ഇമേജ് പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ അതിശയപ്പെടുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് ഓരോ ദിവസവും? അതാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പൊ ഇന്നാണെങ്കിലും ശരി, ഇപ്പൊ നമ്മുടെ ഈ മിഷൻ മേധാവി പറഞ്ഞതുപോലെ ഇനി മറ്റുള്ള 2-3 ഓപ്ഷൻസ്, ഈ ഓപ്ഷൻസ് നമ്മോട് പറയല്ല വേണ്ടത്. അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടായ ഓപ്ഷൻസ് എന്താണോ അത് കൃത്യസമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ആർജവം ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ സമയാസമയങ്ങളിൽ എടുക്കണമെന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മാതാവ് അർജുൻ്റെ അമ്മ വലിയ വികാരനിർഭരമായാണ് അന്ന് പ്രതികരിച്ചത്. ഈ പട്ടാളത്തെ കൊണ്ടുവന്നിട്ട് പ്രയോജനമുണ്ടായില്ല, കർണാടക കേന്ദ്ര സർക്കാരുകൾക്കെതിരെ അവർ സംസാരിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് ഈ ദൗത്യം ഒന്ന് കാര്യക്ഷമമായി മുന്നോട്ട് പോയപ്പോഴാണെന്ന് തോന്നുന്നു അമ്മയുടെ പരാതിയിൽ, അമ്മയുടെ ഒരു പരിഭവത്തിലിപ്പോൾ ഒരു കുറവ് വന്നത്. ഇപ്പോൾ എന്താണ് ആ കുടുംബത്തിൻ്റെ ഒരു വികാരം? താങ്കൾക്ക് അവരുമായി നേരിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അവർ പങ്കുവെക്കുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ 2 ദിവസങ്ങളായി എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത്? അല്ല, അവരുടെ വിഷമം പറഞ്ഞപ്പോൾ ആ വിഷമത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചില മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വിഷമം മനസ്സിലൊതുക്കി ആരോടും ഒരു അഭിപ്രായ പ്രകടനത്തിനും തയ്യാറാവാതെ പോകുന്ന ഒരു കുടുംബത്തിന്റെ സാഹചര്യമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അമ്മയുടെ വാക്കുകളെ വളച്ചൊടിച്ച് ആ മാതാവിന്റെ വേദന എന്തെന്നറിയാതെ അതിന്റെ പേരിൽ വായിൽ നിന്ന് വീണ വാക്ക് എന്തോ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിൽ, കാരണം അവരതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്തു. അന്ന് തന്നെ മകള് പറഞ്ഞു, അമ്മയുടെ അടുത്തുനിന്ന് ഒരു പെറ്റമ്മയുടെ വേദനയാണ്. എൻ്റെ മകനെ ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ദിവസങ്ങളായിട്ട് മകനെ കിട്ടാതെയാകുമ്പോൾ ആ അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതല്ല വലുത്. അതിനെ നമ്മൾ അത്ര ഒരു ഗൗരവത്തിൽ കാണേണ്ടതില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരല്ലേ നമ്മളൊക്കെ. അപ്പൊ അവിടെ അതിന് പ്രാമുഖ്യം കൊടുക്കാതെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയപ്പോ മകള് വന്ന് പറഞ്ഞു, അമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബം ഒന്നായിട്ട് ക്ഷമ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയനെയാണ് കിട്ടുന്നത്, അമ്മക്ക് ഞങ്ങളുടെ മകനെയാണ് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പോകുന്നതിന് പകരം ഇത്തരമെല്ലാം സമീപനങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായപ്പോഴാണ് ആ കുടുംബം സത്യം പറഞ്ഞാൽ ആരോടും പ്രതികരിക്കാതെ തങ്ങളുടെ വേദന തങ്ങളുടെ മനസ്സിലൊതുക്കിക്കൊണ്ട് നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ട് തന്റെ മകന്റെ വരവും കാത്തിരിക്കുകയാണ്. എല്ലാ മകനെക്കുറിച്ച് എന്തെങ്കിലും ശുഭസൂചകമായ ഒരു വാർത്ത അടുത്ത ദിവസങ്ങളിൽ അല്ല അടുത്ത നിമിഷങ്ങളിൽ വരുമെന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നിശബ്ദമായ ഒരു കുടുംബത്തെയാണ് ഇന്ന് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും മുഖമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും, നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗം ഏതാണ്ട് എല്ലാവരും തന്നെ ഇത്തരത്തിൽ അർജുനായി കാത്തിരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ വിഷമം സ്വന്തം മനസ്സിൽ ഏറ്റെടുക്കുമ്പോഴാണ് മുഖമില്ലാത്ത ചിലർ ഈ സോഷ്യൽ മീഡിയയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും ആ കുടുംബത്തെ ആ തരത്തിൽ ആ കുടുംബത്തെ പോലും വേട്ടയാടുന്നവരാണ് ഇത്തരക്കാർ എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ എത്ര സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ വ്യക്തികൾക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെ, ഇത്തരം വിക്ടിംസിന് നേരെ ഉണ്ടാകുന്നതെന്നിവിടെ ഇതിനുവേണ്ടി തന്നെ പണിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട് എന്ന് വേണം വ്യക്തമാകുന്നത്. അങ്ങനെ തന്നെ വേണം കരുതാനും. ശ്രീ രതീഷ്, ഇവിടെ നമുക്ക് വേണ്ടത് ഇനി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇത് കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും മെല്ലെപ്പോക്കും കൂടി ഇതിനൊപ്പം ചർച്ചയായിട്ടുണ്ട്. കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടവർക്ക്
പല ഘട്ടങ്ങളിലും അവർ കാര്യമായി നേരത്തെ സാറ് പറഞ്ഞ പോലെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം നടത്തുന്നു, അല്ലാതെ പ്രായോഗിക തലത്തിൽ അത് ഇംപ്ലിമെന്റഡ് ആവുന്നില്ല എന്നൊരു പ്രധാന പ്രശ്നം കൂടി താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ മിഷനിൽ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അവരുടെ വികാരം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം നമ്മൾ ഈ പറയുന്ന പോലെ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി, ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ ഇപ്പൊ പല രീതിയിൽ പല ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. പക്ഷെ അതിനകത്ത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യേണ്ട പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആദ്യം ജില്ലാ ഭരണകൂടത്തിന് എന്റെ അറിവിൽ ഞാൻ അറിഞ്ഞപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. കാര്യം നമ്മളിപ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സിനെ വിളിക്കുമ്പോൾ നമ്മൾ കൃത്യമായും അവിടുത്തെ ജില്ലാ ഭരണകൂടം നമ്മൾ അതിനെക്കുറിച്ച് പറയണം. പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ, കേൾക്കാം. രതീഷ്, ചെറിയ പ്രശ്നമുണ്ട്, രതീഷിന് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ ഈ ഇഗ്നേഷ്, വൈകാരികമായി പോലും നമ്മൾ പലതലങ്ങൾ ചിന്തിക്കും. നമ്മൾ ഈ പ്രളയ സമയത്തുമൊക്കെ എനിക്ക് തോന്നുന്നു പലതരത്തിൽ നിങ്ങളുമൊക്കെ ഫേസ് ചെയ്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ, അല്ലേ? പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോഴും അതിന് ശേഷവുമൊക്കെ നിങ്ങളെ പ്രകീർത്തിച്ചവരുണ്ടായിരുന്നു, പിന്നെ നിങ്ങളെ പലതരത്തിൽ വേദന അനുഭവങ്ങളുണ്ടായിരുന്നു. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മുടെ ഈ ഇത്തരം ദുരന്തങ്ങളോട് പോലും ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന വേദന പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹത്തോടെ കുടുംബത്തോടത്ത് നിൽക്കുന്ന കൃഷ്ണദാസ്. തീർച്ചയായും അത് ഞങ്ങൾ അനുഭവിച്ചവരാണിത്. ഞാൻ ഈ ഫ്ലോറിൽ തന്നെ ശ്രീ രഞ്ജിത്തിനോട് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2018 പ്രളയകാലത്ത് ഞങ്ങളും ഇതേ സെയിം സിറ്റുവേഷൻ അനുഭവിച്ചവരാണ്. ഇത് മുഖമില്ലാത്തവർ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടാത്തവർ ആരെങ്കിലും എന്തെങ്കിലും ചൊറിയാൻ വേണ്ടി പറയുന്നതായിട്ട് മാത്രം കരുതുക. തീർച്ചയായിട്ടും അർജുൻ്റെ കുടുംബത്തിൻ്റെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെന്ന നിലയിൽ കേരളത്തിൽ ഞങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾ ഏത് സമയവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെട്ടാൽ പോലും ഇപ്പോൾ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അർജുൻ്റെ കുടുംബത്തിന് ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായത്തിന് ഏത് സമയവും വിളിക്കാം. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വിഷമത്തിൽ ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ സ്നേഹം നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഞങ്ങൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ കാലാവസ്ഥ ഇത്രത്തോളം പ്രതികൂലമായിട്ടും ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല കേട്ടോ ഈ സംഘം. അവർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ നാളെയും അവരുടെ കൃത്യം ഈ നേവിയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നും എത്ര ആഴത്തിൽ വേണമെങ്കിൽ മുങ്ങി പരിശോധിക്കാൻ തയ്യാറാണെന്നുമാണ് ഏറ്റവും മുമ്പ് ഈ സംഘം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആൾക്കാരല്ല ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ട് കരൾ എന്ന് പറയുന്ന ആൾക്കാരാണ്. ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഇനി കണ്ടെത്താതെ തിരിച്ചു വരില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ ആ സംഘത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് തന്നെ. പക്ഷേ എങ്കിലും ഇതിപ്പോഴും അതൊരു തികവിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം കൂടെ, ഒരു പരാതി കൂടെ ഞാനിവിടെ ബോധിപ്പിക്കുകയാണ്. സാങ്കേതിക രീതിയിൽ നമ്മളവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടൊപ്പം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരിക്കലും ഈ ലോറി നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കും കടക്കാൻ സാധിക്കത്തുള്ളൂ. കൃഷ്ണദാസ്, നമ്മൾ ഇത്തരം ചില പ്രചരണങ്ങൾ സമൂഹത്തിൽ എതിരെ നടക്കുമ്പോഴും അതൊരു വളരെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. വലിയ പിന്തുണ ആ കുടുംബത്തിന് കിട്ടിയ കാര്യം കൂടി നമ്മൾ ഒന്ന് ഓർക്കണം. ഒരുപാട് നമ്മുടെ ഈ ചാനലിൻ്റെ ലൈവുകൾക്ക് താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ, അർജുൻ അവരുടെ വീട്ടിലെ ഒരു അംഗമാണ്, അർജുൻ തിരിച്ചു വരണം എന്ന് പ്രാർത്ഥിക്കുന്നവർ, അർജുനെ യാത്രത്തിൽ കാണുന്നവർ, ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവർ, ഇപ്പോൾ ശ്രീ ഇഗ്നേഷ്യസ് പറഞ്ഞ പോലെയുള്ള ആളുകളായി ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ പിന്തുണ, അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഇടപെടലുകൾ, അതൊക്കെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾ അല്ലെങ്കിൽ വലിയൊരു സമൂഹം ഒപ്പമുണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞു പോകണം. തീർച്ചയായും ഈ കുടുംബം കടപ്പെട്ടിരിക്കുന്നവരാണ്. കാരണം കഴിഞ്ഞ 12 ദിവസമായി രാവിലെ 7 മണി മുതൽ മിഷൻ അവസാനിച്ചു എന്ന് പറയുന്നത് വരെ ടിവിയുടെ മുന്നിൽ നിന്ന് മാറാത്ത കുറേ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അവരാരും അർജുൻ എന്നിവരെ കണ്ടിട്ടില്ല, അർജുൻ്റെ കുടുംബത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അർജുൻ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെ അംഗമായിരിക്കുകയാണ്. നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും വേദനയായി അർജുൻ മാറിയിരിക്കുകയാണ്. ആ വേദന ഏറ്റെടുത്തൊരു സമൂഹത്തിനോടുള്ള കടപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറായി വന്നിരിക്കുന്ന നമ്മുടെ കരസേനയെയും നാവികസേനയെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഒപ്പം
ഇപ്പം മത്സ്യത്തൊഴിലാളികൾ അടക്കുന്ന അവരുടെ ആ നല്ല മനസ്സിനെ, എല്ലാ നല്ല മനസ്സുകളെയും, ഈ ദൗത്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാ നല്ല മനസ്സുകളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കടപ്പാടും അഭിവാദ്യവും അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഡോൾഫിൻ രതീഷ് ഉണ്ട്, അല്പസമയത്തിലും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രസക്തമാണ്. ഇത്തരം ദൗത്യങ്ങൾ വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇന്ന് തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്താത്ത ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അതിന് ആദ്യവിഘാതമായത് പുഴയിലെ വലിയ ഒഴുക്കും മറ്റുമാണ് എങ്കിൽ പോലും പിന്നീട് നിരാശാജനകമായ ഒരു കാര്യം പുറത്തു വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ സൂചനകൾ ഈ ട്രക്കുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതാണ്. പുഴയിലെ പരിശോധന നാളെയും തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒന്നും കണ്ടെത്താനായില്ല എന്ന് കാർവാർ MLAയും അവിടുത്തെ കളക്ടറും വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ഡൈവ് ചെയ്ത് ഒരുപാട് താഴെ പോയിട്ടും കാര്യമുണ്ടായില്ല എന്നാണ് സതീഷ് കുമാർ സെയിൽ അവിടുത്തെ MLA വ്യക്തമാക്കുന്നത്. അങ്ങനെ ആ 12ാം ദിവസവും അർജുനായുള്ള തെരച്ചിലിൽ ചില പരിമിതികൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ് എത്തിയോ? രതീഷ് ഉണ്ടോ? രതീഷിലേക്ക് എത്താമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ ദൗത്യത്തിൻ്റെ ഒരു ശ്രീ കൃഷ്ണദാസ് നാളെയും തുടരുകയാണ് ദൗത്യം. ഇടയ്ക്കൊരു ആലോചന ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ വലിയ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ട് ദൗത്യം നിർത്തിവെക്കാം, ഈ കുത്തൊഴുക്കിൻ്റെയൊക്കെ പ്രശ്നം അവസാനിച്ചതിന് ശേഷം പുനരാരംഭിക്കാം എന്ന തരത്തിൽ. പക്ഷേ ഇപ്പോൾ ദൗത്യം തുടരുകയാണ്. അത് കുറച്ച് ദിവസങ്ങൾക്കകം നമുക്കൊരു ചെറിയ സമയപരിമിതിയൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എത്രയും പെട്ടെന്ന് ഇതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ തുടരാം അല്ലേ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം ഒരു 8 മണിക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായിരുന്നു, ഇന്നത്തെ റിസൾട്ട് എന്ന് ഔദ്യോഗിക വിഭാഗം നമ്മളെ അറിയിക്കുന്ന ഒരു സംവിധാനം അതവരെ നിലവിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ആയാലും ശരി, ശശീന്ദ്രൻ സാറായാലും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട MP രാഘവേട്ടനായാലും എല്ലാവരും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് കിട്ടുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ. മറ്റ് ചാനലുകൾ അവരുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചപ്പോൾ ഇന്ന് ഔദ്യോഗികമായിട്ട് നമുക്ക് ആ വിവരം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനും അതിന് വേണ്ട നടപടികൾ കൃത്യസമയത്ത് എടുക്കുന്നതിനു വേണ്ടി വേണ്ടപ്പെട്ടവരെ ചുമതലപ്പെടുത്താനും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താനും ഇവരെ കൊണ്ട് കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് എന്തായാലും ഇങ്ങനൊരു മന്ത്രി സംവിധാനങ്ങൾ ഇന്ന് അവിടെ എത്തി ഈ അർജുനു വേണ്ടി നിലകൊള്ളുന്നു എന്നത് തന്നെ ഈ കുടുംബത്തിനുള്ള ആശ്വാസകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. എന്തായാലും അവരുടെ സാന്നിധ്യവും അവരുടെ നിർദ്ദേശങ്ങളും ഈ മിഷന് എല്ലാവിധ പിന്തുണയാവുമെന്നും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൗത്യം അതിൻ്റെ വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇഗ്നേഷ്യൻ എന്താണ് അവസാനമായി പറയാനുള്ളത്? ഇപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടോ അതിലേക്ക് എത്തുമെന്നുള്ളത്? തീർച്ചയായിട്ടും നമുക്കങ്ങനെ വിശ്വസിക്കാനല്ലേ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു ജീവനാണ്, ഒരു മനുഷ്യജീവനാണ്. ഇത് എത്രയും വേഗം തിരികെ വരണം, തിരിച്ചു കിട്ടണം. ഒരു 50% എങ്കിലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാമല്ലോ. ഒരു മനുഷ്യനല്ലേ. മനുഷ്യ സ്നേഹമുള്ള കേരള സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ദൈവം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരട്ടെ. ഞങ്ങളും പ്രാർത്ഥനയിലാണ്. ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. എന്ത് സഹായത്തിനും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾ സന്നദ്ധരാണ്. ആ ഒരു ഉറപ്പ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അർജുൻ്റെ അമ്മയ്ക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അർജുൻ്റെ അമ്മയ്ക്ക് മക്കളായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും അർജുൻ്റെ അമ്മ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഓടിയെത്തും. ആ ഒരു ഉറപ്പുകൂടെ ഞങ്ങൾ നൽകുന്നു. ശരി, നമുക്ക് ചർച്ചാ സമയമായി. ശ്രീ ഇഗ്നേഷ്യസ് ആന്റണി, ശ്രീ മേജർ ജനറൽ ഇന്ദ്രബാലൻ, ശ്രീ കൃഷ്ണദാസ്, ശ്രീ ഡോൾഫിൻ രതീഷ്, ശ്രീ AK ശശീന്ദ്രൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായി. അർജുനായുള്ള തിരച്ചിൽ നാളെയും തുടരും. നാളെയും നമുക്ക് കാത്തിരിക്കാം ഒരു കൃത്യമായ റിസൾട്ട് കിട്ടാൻ വേണ്ടി. എല്ലാ സഹായങ്ങളും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് ആ കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നതിലും സന്തോഷം. ഒറ്റപ്പെട്ട ചില മുഖമില്ലാത്ത നീക്കങ്ങൾ കുടുംബത്തിനെതിരെ ഉണ്ടാകുമ്പോൾ പോലും. നന്ദി, നമസ്കാരം.